വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് ജീവിച്ചു തീർത്ത ദിവസത്തിൻ്റെ 1/3, അതല്ലെങ്കിൽ 1/4 പോലും ഇനി നമുക്ക് ബാക്കിയില്ല ഈ റമദാൻ മാസത്തിൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഭൂരിഭാഗം ആളുകളുടെയും ഒരു അവസ്ഥ, റമദാൻ മാസത്തിൻ്റെ അവസാനത്തിൽ കൂടുതൽ ക്ഷീണം പിടിച്ച അവസ്ഥയിൽ നന്മകളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് ഗോചരമല്ല. ഒരു ഓട്ട മത്സരം നടക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ ലാപ്പിൽ ഇനി സമയം വളരെ കുറച്ച് മാത്രമാണ്, അതിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ അപ്പോഴാണ് കൂടുതൽ വേഗത്തിൽ ഓടേണ്ടത്. വിജയിക്കണം, മുന്നിലെത്തണം, എനിക്ക് സമ്മാനം വാങ്ങണം, ഒന്നാമതാകണം എന്ന ആഗ്രഹമുള്ള ഒരു മത്സരാർത്ഥി ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോഴാണ് വേഗത കൂട്ടുക. അതല്ലാതെ ആദ്യത്തിൽ വളരെ വേഗത്തിൽ ഓടി ക്ഷീണിച്ച് അവസാനമാകുമ്പോൾ ഒന്നും കഴിയാതെ വേഗത കുറക്കുന്നവൻ ഒരിക്കലും ആദ്യത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. അവൻ അവസാന ഭാഗത്തായിരിക്കും അവൻ്റെ മത്സരം അവസാനിപ്പിക്കുക. ഈ ഒരു അവസ്ഥ റമദാൻ മാസത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ആവേശപൂർവം പള്ളികളിലേക്കെത്തും. നമസ്കാരത്തിന്, തറാവീഹിനും മറ്റു ജമാഅത്തുകൾക്കും ഒരുപാട് സഫ് ആളുകൾ ഉണ്ടാകും. അവസാന സമയമാകുമ്പോൾ അതൊക്കെ പിന്നോക്കം നിന്ന് പള്ളികളൊക്കെ ശൂന്യമാകുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പള്ളി അങ്ങനെയാണോ, നാട്ടിലെ പള്ളി അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കാനാണ് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. റമദാനിൻ്റെ അവസാനത്തെ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ മത്സരിച്ച സമയമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു, അരമുണ്ട് മുറുക്കി കൊടുത്ത് രാവിനെ ജീവിപ്പിച്ച് കുടുംബത്തെ വിളിച്ചുണർത്തി പ്രവാചകൻ പണിയെടുക്കുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കഠിന പരിശ്രമം, ഇജ്തിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അശ്രദ്ധമാക്കി കളയരുത് നമ്മുടെ അവസാനത്തെ ദിനചരാത്രങ്ങളെ. എന്തുകൊണ്ടാണ് അവസാനത്തെ സമയത്തെ ഇത്രയധികം ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ കൂലി വാങ്ങാൻ കഴിയുന്ന ഒരു സമയം, ഒരു രാവ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്. സഹോദരന്മാരെ, നമ്മുടെ മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ, അവരുടെ ജീവിതങ്ങൾ, അവർക്കുണ്ടായിരുന്ന ആയുസ് അത് വളരെ വലുതായിരുന്നു, വിശാലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. 300ഉം 1000ഉം വർഷവും എല്ലാം ജീവിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, ഈ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ അത് 60ന്റെയും 70ന്റെയും ഇടയിൽ മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വളരെ കുറഞ്ഞ പ്രായത്തിനിടയിൽ നമുക്ക് ധാരാളം നന്മകൾ നേടിയെടുക്കാൻ കഴിയണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കും നമ്മുടെ മുൻഗാമികളുടെയും പ്രായത്തെക്കുറിച്ച്, അവർ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ പറയുകയാണ്, ഇന്നമാ ബഖാഉകും ഫീമാ സലഫ ഖബ്ലകും മിനൽ ഉമമി കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസ്. ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, അവരുടെ ജീവിതം, അവർക്ക് അല്ലാഹു നൽകിയ ആയുസ്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അതും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം അസറിന്റെയും സൂര്യാസ്തമയത്തിന്റെയും ഇടയിലുള്ള വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. വളരെ കുറഞ്ഞ സമയം അത് മാത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. തൗറാത്തിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി.
അവർ രാവിന്റെ പകുതി പകലിന്റെ പകുതി വരെ, പകൽ സമയം തുടങ്ങിയത് മുതൽ നേരം പുലർന്നത് മുതൽ നട്ടുച്ച വരെയുള്ള സമയത്ത് അവർ പണിയെടുത്തു. വഅജസു, എന്നിട്ട് അവർ ജോലിയെടുത്ത് തളർന്നു. അവരുടെ സമയം അവിടെ അവസാനിക്കുകയാണ്. ഫഅഉതു ഖീറാതൻ ഖീറാതൻ, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത നന്മകൾക്ക് ഖീറാത്ത് ഖീറാത്ത് പുണ്യമായി നൽകി. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പർവ്വതത്തോളം വലിപ്പമാണ്. അവർ ചെയ്ത നന്മകൾക്ക് ഒരു ഖീറാത്ത് വീതമാണ് അള്ളാഹു അവർക്ക് കൂലി നൽകിയത്. പിന്നെയോ സുമ്മ ഊതിയ അഹ്ലുൽ ഇൻജീലി അൽ ഇൻജീൽ, ഇൻജീലിന്റെ ആളുകൾക്ക് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതക്ക് അള്ളാഹു ഇൻജീൽ നൽകി. ഫഅമിലു ഇലാ സ്വലാത്തിൽ അസ്ർ, നട്ടുച്ച നേരം മുതൽ അസറിന്റെ സമയം വരെയാണ് അവർക്ക് അള്ളാഹു സമയം നൽകിയത്. അവർ അത്രയും സമയം പണിയെടുത്തു. എന്നിട്ടോ സുമ്മ അജസു, പിന്നെ അവരും തളർന്നുപോയി. ഫഅഉതു ഖീറാതൻ ഖീറാത, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഖീറാത്ത് വീതമാണ് പുണ്യം നൽകിയത്. ഒരു ഉഹദ് മലയോളം, ഒരു വലിയ പർവ്വതത്തോളം കൂലി ഒരു നന്മക്ക് ഒരു ഖീറാത്ത് എന്ന രൂപത്തിൽ അല്ലാഹു നൽകി. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുമ്മ ഊതീനാ അൽ ഖുർആൻ, പിന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകി. ഫഅമിൽനാ ഇലാ ഗുറൂബി ശംസ്, നമ്മൾ പ്രവർത്തിക്കുന്നത് അസറിന്റെ സമയം മുതൽ സൂര്യാസ്തമയം വരെ, മഗ്രിബിന്റെ ആരംഭം വരെയുള്ള സമയത്താണ്. അത്രയും സമയം നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മൾക്ക് നൽകുന്ന കൂലി ഒരു നന്മക്ക് 2 ഖീറാത്താണ്. മുൻകഴിഞ്ഞ സമുദായത്തെ വെച്ച് നോക്കുമ്പോൾ അവരെ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കർമ്മങ്ങൾക്കും നമുക്ക് നൽകുന്നത്. സഹോദരന്മാരെ, ഈ സമയത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ബനൂ ഇസ്രായേലിയർക്ക്, മൂസാ നബിയുടെ സമൂഹത്തിന് അള്ളാഹു നട്ടുച്ച വരെ സമയം കൊടുത്തു. നേരം പുലരുന്നത് ഒരു 7 മണിക്ക് നമ്മൾ കണക്ക് കൂട്ടിയാൽ നട്ടുച്ച വരെയുള്ള സമയത്തിനിടയിൽ നമുക്ക് 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂർ സമയം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അഹ്ലുൽ ഇൻജീലിന്, ഈസാ നബിയുടെ ആളുകൾക്ക് ആ നട്ടുച്ച മുതൽ അസ്ർ വരെയുള്ള സമയം ഏകദേശം 3 മണിക്കൂർ അധികം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മണിക്കൂറോളം അവർക്ക് അല്ലാഹു ജീവൻ നൽകിയിട്ടുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ അസറിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ കൂടിപ്പോയാൽ 2.5 മണിക്കൂർ മാത്രം, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു പ്രായം നൽകിയിട്ടുള്ളത്, നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ചെയ്യുന്ന കാലത്തിനിടയിൽ, നമ്മുടെ പ്രായത്തിനിടയിൽ അല്ലാഹു നമുക്ക് 2 ഖീറാത്ത് വീതം, അവരെക്കാൾ ഇരട്ടിക്കൂലി പൊതുവെ എല്ലാ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെക്കാൾ ഉന്നതന്മാരായിക്കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. ഈ പ്രായത്തിനിടയിൽ പൊതുവെ നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഖീറാത്ത് നൽകുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ അവസരങ്ങളും നൽകിയിട്ടുണ്ട് കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ, അവരെക്കാൾ മുമ്പിലേക്ക് എത്തുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുമ്പോൾ ബനൂ ഇസ്രായേലിയരും അഹ്ലുൽ ഇൻജീലുകാരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവർ അല്ലാഹുവോട് ചോദിക്കുമത്രേ, ഐ റബ്ബന അഅതൈത ഹഉലാഇ ഖീറാതൈനി വഅതൈനാ ഖീറാതൻ ഖീറാതൻ വനഹ്നു കുന്നാ അക്സറു അമല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയത് 1 ഖീറാത്ത് മാത്രമാണ്, ഇവർക്ക് നീ നൽകുന്നത് 2 ഖീറാത്താണ്. ഇവരെക്കാൾ കൂടുതൽ ഞങ്ങളല്ലേ പണിയെടുത്തത്, ഇവരെക്കാൾ കൂടുതൽ സമയം ഞങ്ങളല്ലേ പ്രവർത്തിച്ചത്. അല്ലാഹു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അല്ലാഹു തിരിച്ചു ചോദിക്കുമത്രേ, ഹൽ വലംതും മിൻ അജ്രിക്കും മിൻ ഷൈഇൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലിയുടെ വിഷയത്തിൽ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമ്പോൾ അതിൽ എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഏതൊരു വ്യക്തിയും അണുമണി തൂക്ക നന്മ ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. വല യദ്ലിമു റബ്ബുക ഫതീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അക്രമവും നന്മയുടെ വിഷയത്തിൽ, നമുക്ക് കൂലി നൽകുന്ന വിഷയത്തിൽ അക്രമം കാണിക്കുകയില്ല എന്ന്, 1 ഇഞ്ച് പോലും അക്രമം കാണിക്കില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അക്രമം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവർ ഇല്ല എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, ഫഹുവ ഫദ്ലി ഊതീഹി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഫദ്ല് മാത്രമാണിത് എന്നാണ്. സഹോദരന്മാരെ, മറ്റു സമൂഹത്തേക്കാൾ അല്ലാഹു ശ്രേഷ്ഠ നൽകിയ സമൂഹമാണ് നമ്മൾ. അല്ലാഹു പവിത്രം നൽകിയ സമൂഹമാണ് നമ്മൾ. നമ്മൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു കൂടുതൽ കൂലി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ മുൻകഴിഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ മുന്നിലേക്ക് എത്താൻ വേണ്ടി അല്ലാഹു നമുക്ക് ചില അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ വലിയ അവസരമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ലൈലത്തുൽ ഖദർ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ലൈലത്തുൽ ഖദർ എന്നുള്ളത്
റമദാൻ മാസത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയ നമുക്ക് വേണ്ടി പ്രത്യേകമായി നൽകിയ ഒരു സമയമല്ല. ലൈലത്തുൽ ഖദർ ആദ്യമേ ഉള്ളതാണ്. നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള സമയമാണ് നിർണയത്തിന്റെ രാവ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ ഖദറിനെ കൊല്ലത്തിൽ കണക്കാക്കുന്ന സമയമാണ് ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാവ്. ഒരു കൊല്ലത്തേക്കുള്ള ഈ ഭൂമിയിൽ നടക്കേണ്ട, ലോകത്ത് നടക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രമപ്പെടുത്തുന്ന ദിവസമാണ്, രാവാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ റമദാൻ എന്ന് പറയുന്ന പവിത്രമായ ഒരു മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ട മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെല്ലാം, ഇഞ്ചീലും തൗറാത്തും സബൂറും എല്ലാം ഇറക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മാസത്തെയാണ്. ആ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് രാവിന്റെ പ്രത്യേകത? അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇതാ നിങ്ങൾക്ക് നാം ലൈലത്തുൽ ഖദർ ഇറക്കിയിരിക്കുന്നു. ആ ലൈലത്തുൽ ഖദറിൽ നാം ഖുർആൻ ഇറക്കിയിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ കൂലിയുണ്ട് ആ ദിവസത്തിന്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശത്തു നിന്നും എല്ലാ മലക്കുകളും, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. എല്ലാം ഏറ്റവും കൂടുതൽ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും പുണ്യമുള്ള ഒരു രാത്രി, ഇത്രയും പുണ്യമുള്ള ഒരു സമയം നമുക്ക് വേണ്ടി അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. ഒരു രാവിന് 1000 മാസത്തെ കർമ്മങ്ങളെക്കാൾ കൂലി, ഒരു രാവിന് 83 വർഷങ്ങളെക്കാൾ കൂലി. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ 10 ലൈലത്തുൽ ഖദർ കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് 840 കൊല്ലം പണിയെടുത്തിന് തുല്യമാണ്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 1000 വർഷം വരെയൊക്കെ ജീവിച്ച ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഒരു 20 വർഷം, 30 വർഷം, 40ഉം 50ഉം ഒക്കെ റമദാനുകൾ കഴിച്ചു കൂട്ടിയ ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും എത്ര റമദാൻ കഴിച്ചു? ഈ എത്ര റമദാനുകളിൽ നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ലൈലത്തുൽ ഖദറിന്റെ നന്മ ഫമൻ ഹുരിമഹ. ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫഖദ് ഹുരിം, അവന് എല്ലാ നന്മകളും തടയപ്പെട്ടവരാണ്. അവനേക്കാൾ വലിയ ഹതഭാഗ്യന് മറ്റൊരാളുമില്ല എന്ന്. അത്ര വലിയ അവസരമാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പള്ളിയിൽ തന്നെ ഇരുന്നത്. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞത്. നിങ്ങൾ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹോദരന്മാരെ, ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ, കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത്, തഹറൗ, നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. 25ന്റെയും 27ന്റെയും 29ന്റെയും രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണമെന്ന് പ്രത്യേകമായി പ്രവാചകനെ പറഞ്ഞിട്ടുണ്ട്. പൊതുവായി പ്രവാചകൻ അവസാനത്തെ 10ലും ഒറ്റയിട്ട് രാവിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഹദീസിൽ പ്രത്യേകമായി 25, 27, 29 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പ്രത്യേകമായി ലൈലത്തുൽ ഖദറിന് പുണ്യം പറഞ്ഞ, പ്രതീക്ഷിക്കാൻ പറഞ്ഞ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അശ്രദ്ധമായി കൂടാ. നന്മകളുടെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ മനസ്സിരിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം നമ്മോട് അവധാനതയാണ്, സാവധാനമാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. അൽ അനാതു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കാര്യമാണ് അവധാനത എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തിനും അവധാനം, പതുക്കെ ചെയ്താലും തിരക്കൊന്നില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ വെട്ടിപ്പിടിച്ച് നേടേണ്ട സാധനമൊന്നുമല്ല, അത് നൈമിഷികമാണ്. ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അത് വളരെ നിസാരമായ, വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ റബ്ബിന്റെ കാര്യം പറഞ്ഞിടത്തെല്ലാം ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെടുക്കണം എന്നാണ് സൂറത്തു ദാരിയാത്തിന്റെ 50ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക്, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം എന്നാണ്, ഓടിയെടുക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ എന്ന് മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റബ്ബിന്റെ കാര്യത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ധൃതിപ്പെടാൻ വേണ്ടിയാണ് നമ്മോട് പറഞ്ഞത്. പിന്നെയാകട്ടെ
കുറച്ച് കഴിയട്ടെ, ഇനിയും അവസരമുണ്ടല്ലോ, അടുത്ത കൊല്ലമാകാം എന്ന് ചിന്തിക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സമയമില്ല, നമുക്ക് അവസരമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു തീർത്ത ദിവസങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസം മാത്രമാണ് റമദാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ എണ്ണപ്പെട്ട ദിവസം എത്ര പെട്ടെന്നാണ് ഓടിപ്പോയത്. ഇന്ന് റമദാൻ 23 പൂർത്തിയാവുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെയോ മിനിഞ്ഞാന്നോ കഴിഞ്ഞ ആഴ്ചയോ റമദാൻ തുടങ്ങിയ അവസ്ഥയല്ലേ നമുക്കുള്ളത്. നമ്മൾ തന്നെ ആലോചിക്കുന്നത് എത്ര പെട്ടെന്നാണ് റമദാൻ കഴിഞ്ഞു പോയത്. ഇനി ഒരാഴ്ച മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കി. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പെരുന്നാളായേക്കാം. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഓടിത്തീർത്ത ദിവസങ്ങൾ, കഴിഞ്ഞു പോയ ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് നീങ്ങിയത്. ആ 23 ദിവസങ്ങൾ വേഗത്തിൽ നീങ്ങിയെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ വരും ദിവസങ്ങൾ പോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഈ ദിവസങ്ങളിൽ ഡ്രസ്സ് വാങ്ങാനും വേണ്ടി, ഈ ദിവസങ്ങളിൽ സാധനം വാങ്ങാനും വേണ്ടിയൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, എത്ര വലിയ നന്മയാണ് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങാടികളിലൊക്കെ തിരക്ക് കൂടുന്ന സമയമാണ് അവസാനത്തെ 10. അള്ളാഹുവിന്റെ പള്ളികൾ ഒഴുകേണ്ട, അള്ളാഹുവിന്റെ പള്ളികൾ നിറഞ്ഞൊഴുകേണ്ട സന്ദർഭമാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ. പക്ഷെ പള്ളികൾ ശൂന്യമാവുകയാണ്, അങ്ങാടികൾ തിരക്ക് കൂടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. പല റെഡിമെയ്ഡ് ഷോപ്പുകളിലും അവസാന 10 അവസ്ഥ എന്താണ്? പാതിരാക്കി 2-3 മണിക്കൊക്കെയാണ് കടയടക്കുന്നത്. അവിടെയുള്ള ജോലിക്കാർക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല. അവിടെയുള്ള ആളുകൾ തിരക്കും ഒക്കെ മുസ്ലിങ്ങളെ ആളുകൾ നമസ്കാരം ഒഴിവാക്കിയിട്ടൊക്കെ അവർ വസ്ത്രമെടുക്കാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ അവസാനത്തെ 10 പുണ്യം നഷ്ടപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് റമദാനിന് മുമ്പേ വസ്ത്രമൊക്കെ എടുത്തു വെക്കാൻ കഴിയേണ്ടതുണ്ട്. അവസാന 10ലേക്ക് മാറ്റിവെക്കുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. ഇനി അഥവാ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ പകൽ സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. പകൽ സമയത്ത് നിങ്ങൾ തീർത്ത് രാത്രി ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. രാത്രി വളരെ നന്മയുള്ള സമയമാണ്. ആ സമയത്ത് ഒരിക്കൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ചു വെക്കണം. വസ്ത്രമെടുക്കാൻ വേണ്ടി ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. തൊട്ടടുത്ത കടയിൽ പോകാതെ, അടുത്ത സ്ഥലങ്ങളിൽ പോകാതെ, അടുത്ത ജില്ലയിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ പോയി രാത്രി അങ്ങനെ ചെലവഴിച്ചിട്ട് പിറ്റേന്ന് രാവിലേക്ക് വരുന്ന അവസ്ഥ രക്ഷിതാക്കളൊന്നും പറയണില്ല, പിടിച്ചു വെക്കണില്ല. ഗുരുതരമായ അവസ്ഥയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പഠിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്ത ആളുകളെ പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗമായി പറഞ്ഞത് ദയ്യൂസ് എന്നാണ്. കൂട്ടിക്കൊടുപ്പുകാരൻ എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ആളുകൾ അവർ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മകളെ പിടിച്ചു വെക്കാത്ത, അതിന് തടസ്സം നിൽക്കാത്ത, അത് തടയാത്ത ആളുകൾ, അത്തരം ആളുകളെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദയ്യൂസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. സഹോദരിമാരെ, നമ്മുടെ വീട്ടുകാരെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. അവർ തിന്മകളിലേക്ക് പോകുന്നില്ല എന്ന്, അതോടൊപ്പം തന്നെ അവർ നന്മകൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ആളുകളെ പിടിച്ചു വെക്കാൻ ശ്രദ്ധിക്കാൻ, നമ്മളെ സംബന്ധിച്ച് സ്വർഗത്തിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നന്മകളിൽ കൂടുതൽ മത്സരിക്കുവാൻ ഈ ദിവസങ്ങളെ, വരും സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ പരിശ്രമിക്കണം. നമ്മൾ പള്ളിയിൽ നമ്മൾ ഭജനമിരിക്കാൻ, ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ, വീട്ടിൽ കിടന്നുറങ്ങാതെ പള്ളിയിലേക്ക് വന്ന് രാവിലെ ജീവിപ്പിക്കുവാൻ സഹോദരന്മാരെ നമ്മൾ സമയം കണ്ടെത്തണം. ഇനിയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി എന്നാണ്? ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ്? അടുത്ത വർഷം റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് 6 അടി മണ്ണിലുണ്ട്. അല്ലാഹുവിന്റെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എപ്പോഴാണ് നമ്മുടെ അന്ത്യമെന്ന് നമുക്കറിയില്ല. നമ്മളുടെ ഫൈനൽ ലാപ്പിലേക്ക്, എൻഡിങ് പോയിന്റിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടെ എത്തുമ്പോൾ നമുക്ക് ആൾക്കും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു അവസരം മുന്നിലേക്ക് വരില്ല എന്ന് ആലോചിച്ചുകൊണ്ട് നന്മകളിൽ മത്സരിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ പാരായണം ചെയ്തും, നന്മകൾ ചെയ്തും, തൗബ ചെയ്തും, ദീന തേടിയും, ഖുർആൻ പഠിച്ചും ഒക്കെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, നന്മകൾ ധാരാളം കരസ്ഥമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين
അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെയും സഹോദരിമാരെയും, പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ ദിനരാത്രങ്ങൾ അവസാനിച്ചാൽ പിന്നീട് നമ്മളിലേക്ക് കടന്നു വരുന്നത് പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ആഘോഷത്തിൻ്റെ സമയമാണ്. ആ ആഘോഷത്തിൻ്റെ സമയത്തെ അതിനെ ഏറ്റവും നന്നായിക്കൊണ്ട് വരവേൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പെരുന്നാളിലേക്ക് അടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. റമദാൻ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് വരേണ്ട, പെരുന്നാളിന് മുമ്പായി പൂർത്തീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കി വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കൂലി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച് പറഞ്ഞത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, തുഹറത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നോമ്പെടുത്ത വ്യക്തികൾക്ക് അവരുടെ നോമ്പിൽ കുറെ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. ആ പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടി അതിന്റെ ശുദ്ധീകരണം എന്നോണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തുൽ ഫിത്ർ നിയമമാക്കിയിട്ടുള്ളത്. സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ് എന്നും സക്കാത്തുൽ ഫിത്ർ സുന്നത്താണ് എന്നൊക്കെ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശറഅാക്കിയിട്ടുണ്ട്. അത് എല്ലാ നോമ്പെടുക്കുന്ന വ്യക്തികളും ആ നോമ്പുകാരൻ അവന്റെ നോമ്പിന്റെ പോരായ്മകൾക്കുള്ള പരിഹാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആരൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ പെരുന്നാളിന്റെ അന്ന് മാസപ്പിറവി കാണുന്ന മഗ്രിബിന്റെ തൊട്ട് മുമ്പ് 1 മിനിറ്റ് മുമ്പ് പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് പോലും നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഓരോരുത്തർക്കും നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അന്നേ ദിവസം, പെരുന്നാൾ ദിവസം, തനിക്കും തൻ്റെ കുടുംബത്തിനും പെരുന്നാൾ ആഘോഷിക്കാനും മാത്രമുള്ള ഭക്ഷണത്തിന്റെയും സൗകര്യത്തിന്റെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ള ആളുകളാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. അത് നമ്മുടെ നോമ്പിന്റെ പൂർത്തീകരണവും നോമ്പിന്റെ പോരായ്മ നികത്താനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്. സഹോദരന്മാരോ, നമ്മളെല്ലാം കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതിന്റെ ലക്ഷ്യമായിക്കൊണ്ട് വത്തുഅമത്തുൽ ലിൽ മസാകീൻ, അത് മിസ്കീനുകൾക്ക് ഭക്ഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന വിഷയത്തിൽ നമുക്ക് നല്ല ഗൗരവം ഉണ്ടാക്കണമെന്നുണ്ട്. സക്കാത്തുൽ ഫിത്റിന്റെ വിഷയത്തിൽ ഒന്ന്, നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾക്ക് പെരുന്നാൾ ദിവസത്തേക്കുള്ള സമ്പത്ത് കഴിച്ചിട്ട് നമ്മുടെ സമ്പത്തിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അത് കൊടുത്തെങ്കിലാണ് നമ്മുടെ നോമ്പ് പൂർത്തിയാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ആർക്കെങ്കിലും കൊടുത്താൽ സക്കാത്തുൽ ഫിത്ർ വീടുകയില്ല. സക്കാത്തുൽ ഫിത്ർ ആർക്കാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തുഅമത്തുൽ ലിൽ മസാകീൻ, അതിന്റെ അവകാശികൾ മിസ്കീനുകളാണ്. പണ്ഡിത ലോകത്ത് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണെന്ന് 2 അഭിപ്രായങ്ങളാണ് കാണാൻ സാധ്യമാവുക. ഒന്ന്, സക്കാത്തുൽ ഫിത്ർ, സക്കാത്ത് എന്നാണ് അതിന്റെ പേര്, അതുകൊണ്ട് സക്കാത്തിന്റെ അവകാശികളായ 8 വിഭാഗം ആളുകൾക്ക്, സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ വേണ്ടി പറ്റുക. രണ്ടാമത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു, അത് മിസ്കീനുകൾക്കാണ്. അപ്പോൾ മിസ്കീനും അതിന് താഴെയുള്ള ഫഖീറും, ഈ 2 ആളുകൾക്ക് മാത്രമാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫഖീർ അല്ലെങ്കിൽ മിസ്കീൻ, ഈ ആളുകൾ, ഈ 2 വിഭാഗം ആളുകൾ മാത്രമാണ് സക്കാത്തുൽ ഫിത്ർ വാങ്ങാൻ അവകാശികൾ. മുസ്ലിങ്ങൾ അതിൽ പെടുകയില്ല, സമ്പത്തുള്ളവർ പെടുകയില്ല, കടം കൊണ്ട് വലഞ്ഞവന് പെടുകയില്ല, അവരൊന്നും അതിൽ വരൂല. അതൊക്കെ സക്കാത്തിന്റെ അവകാശികൾ അവരൊക്കെ വന്നേക്കാം. പക്ഷേ ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ ഈ 2 ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് 8 അവകാശികൾക്ക് പുറമെയുള്ള ഒരാൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്ത് അത് വീടൂല എന്നതുപോലെ തന്നെ ഈ 2 അവകാശികളല്ലാത്ത ഒരാൾക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്തുൽ ഫിത്ർ വീടൂല, അത് നമുക്ക് പൂർത്തിയാകൂല. പൈസ അങ്ങ് കൊടുത്താൽ, അരിയങ്ങ് ആർക്കെങ്കിലും കൊടുത്താൽ സക്കാത്തുൽ ഫിത്ർ വീടൂല. അതിന്റെ അവകാശിക്ക് തന്നെ എത്തിയെങ്കിൽ മാത്രമേ സക്കാത്തുൽ ഫിത്ർ വീടുകയുള്ളൂ. സുഹൃത്തുക്കളെ, അത് വളരെ ഗൗരവം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് കൊടുക്കുന്നതായാലും ശരി, സംഘടിതമായി കൊടുക്കുന്നതായാലും ശരി, കൊടുക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഗൗരവം ശ്രദ്ധിക്കണം. ആളുകളുടെ ഒക്കെ പൈസ വാങ്ങിയിട്ട് സംഘടിതമായി കൊണ്ട് കൊടുക്കാനും വക്കാലത്ത് ഏറ്റെടുക്കുന്ന ആളുകളെ കൊണ്ട് പള്ളികളൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരം ആളുകൾ ഈ വിഷയത്തിൽ കൂടുതൽ കണിശത പുലർത്തണം. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ കൊടുത്താൽ നമ്മൾ വലിയ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഇബാറത്ത് പൂർത്തിയാക്കാൻ വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ട്
നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരുടെ ഇബാറത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും കുറ്റം വാരി കൂട്ടുന്ന അവസ്ഥയും കൊടുക്കുന്ന ആൾക്ക് ഉണ്ടാകുവാനും വേണ്ടി പാടില്ല. ആരാണ് മിസ്കീൻ, ആരാണ് ഫഖീർ, കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. വലിയ വീടുള്ളവൻ മിസ്കീനല്ല എന്ന് വരുന്നില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ തനിക്ക് വരുമാനം ഉണ്ടാകും, ജോലി ഉണ്ടാകും, പക്ഷേ ആ ജോലി എടുത്ത് കിട്ടുന്ന ആ വരുമാനം തന്റെ സ്വന്തവും കുടുംബത്തിനും ചെലവിന് തികയാത്തവൻ, അല്ലെങ്കിൽ കറക്റ്റ് തികയുന്നു, ഒന്നും ബാക്കി വരുന്നില്ല, അവരാണ് മിസ്കീൻ. ആരാണ് ഫഖീർ? തന്റെ വരുമാനം, തനിക്കുള്ള ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അതുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ പകുതി തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, ചെലവിന്റെ പകുതി പോലും എത്തുന്നില്ല, ബാക്കി കടൻ. അവനാണ് ഫഖീർ. ഈ രണ്ടാളുകൾ, അതൊരു പക്ഷെ വലിയ വീടുണ്ടാകാം, സമ്പത്തുള്ള സമയത്ത് വലിയ വീടും വാഹനവും ഒക്കെ വാങ്ങിയിട്ടുണ്ടാകും, പക്ഷേ ആ വീടിന്റെ കറണ്ടിന്റെ പൈസ അടക്കാൻ കഴിയാതെ, പെട്രോൾ അടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും. വലിയ വീടാണെന്ന് കരുതിയിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുന്നില്ല. അവകാശിയായിരിക്കണം. ഫഖീറാണോ മിസ്കീനാണോ അവന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഫഖീറോ മിസ്കീനോ അല്ലാത്ത ഒരാൾക്ക് കൊടുത്തത് വീട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് പുറത്തെ അവസ്ഥ മനസ്സിലാക്കി മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് സകാത്തുൽ ഫിത്തറിന്റെ അരി എത്തുമ്പോൾ നമ്മൾ അവകാശിയാണോ അല്ലേ നമുക്കറിയാം. നമ്മൾ ഫഖീറോ മിസ്കീനോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സകാത്തുൽ ഫിത്തർ എത്തിയാൽ അത് കൊണ്ടുതരുന്ന ആളോട് നമ്മൾ പറയണം, ഞാൻ ഇതിന് അവകാശിയല്ല, ഇത് അവകാശിക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ തിരസ്കരിക്കുക, സ്നേഹബുദ്ധിയാ തിരസ്കരിക്കുക നമ്മുടെ ബാധ്യതയാണ്. സകാത്തുൽ ഫിത്തറിന് എന്തെങ്കിലും ബറക്കത്തും പോരിശയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ നബിദിനത്തിനൊക്കെ ചോറ് അത് കുറച്ചെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്, അതിനെന്തോ പോരിശുണ്ടെന്ന് വിചാരിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ പോരിശയൊന്നും സകാത്തുൽ ഫിത്തറിനില്ല. പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി ആയതുകൊണ്ട് ഇതിനെന്തോ പോരിശയും ബർക്കത്തും ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൂടെ അങ്ങനൊന്നില്ല. സകാത്തുൽ ഫിത്തർ ഓരോ വ്യക്തികളും കൊടുക്കേണ്ടതാണ്. വ്യക്തികൾ കൊടുക്കേണ്ടത് പള്ളികൾ ശേഖരിച്ച് സംഘടിതമായി കൊടുക്കുന്ന ഒരു വക്കാലത്ത് ഏൽക്കുന്നതിനപ്പുറത്ത് ഇത് പള്ളി നൽകുന്നതോ പള്ളിയുടെ എന്തെങ്കിലും ബർക്കത്തോ അതിലില്ല. നമ്മൾ സകാത്തുൽ ഫിത്തർ വിതരണം ചെയ്യുമ്പോൾ ഞാൻ കാരണത്താൽ ഒരു അവകാശിക്ക് എത്താതിരിക്കാൻ പാടില്ല എന്ന് ഓരോ വ്യക്തികളും തീരുമാനിക്കണം. അതുകൊണ്ട് ആ വിഷയം നല്ല ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഇത് അവകാശികൾക്ക് എത്തിയെങ്കിൽ മാത്രമേ സഹോദരന്മാരെ ഇത് നൽകുന്നവരുടെ സകാത്തുൽ ഫിത്തർ വീടുകയുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും പൈസ ഏൽപ്പിച്ച് നീ ഉണ്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നു, കൊടുക്കുന്ന വ്യക്തി ആർക്കെങ്കിലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാനുണ്ട് കൊടുത്താണ് എന്നൊരിക്കലും തീരുമാനമാകുന്നില്ല. പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്ന ആളുകൾ ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ആർക്കാണ് നൽകുന്നത്, അവർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് കൃത്യമായി ചോദിച്ച് അന്വേഷിക്കാൻ അവരുടെ ബാധ്യതയാണ്. എങ്ങനെങ്കിലും കൊടുത്താൽ അവസാനിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സകാത്തുൽ ഫിത്തറിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. പെരുന്നാൾ ദിവസത്തിന്റെ തലേന്നോ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ മുമ്പോ ഒക്കെ നമുക്ക് നൽകാം. ആളുകളെ പെരുന്നാളിന് വേണ്ടി പുറപ്പെടും മുമ്പേ കൊടുത്തെങ്കിൽ മാത്രമേ അത് സകാത്തുൽ ഫിത്തർ ആവുകയുള്ളൂ. അതിനുശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് വെറും സ്വതക്ക മാത്രമായി തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുക്കാൻ സന്നദ്ധമാകണം. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ നിന്ന് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്ന രീതി ഈ വർഷവും ഉണ്ട്. പിന്നെ താല്പര്യമുള്ള ആളുകളൊക്കെ എത്രയും വേഗം അത് ഏൽപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വൈകിപ്പിച്ച് അവസാനത്തിലേക്ക് അവസ്ഥ ഉണ്ടാകുവാനും വേണ്ടി പാടില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ നോമ്പിന്റെ പൂർത്തീകരണമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സന്നദ്ധമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആഘോഷമായി നിൽക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ദിവസമാണ്. അതിന്റെ സുന്നത്തുകൾ ഓരോന്നും നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. പുതിയ വസ്ത്രം തന്നെ ധരിക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. നല്ല വസ്ത്രം അല്ലെങ്കിൽ പുതിയ വസ്ത്രം നമുക്ക് ധരിക്കാം. അത് ധരിക്കുമ്പോൾ പുതിയ വസ്ത്രമാണെങ്കിൽ അല്ലാഹുമ്മ അൻത കസൗതനിഹി അസ്അലുക ഖൈറഹു വഖൈറ മാ സുനിയ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിയ ലഹു എന്ന ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം ആളുകൾക്ക് സന്തോഷമായിക്കൊണ്ട് നമുക്ക് സമ്മാനങ്ങൾ നൽകാം. അതേപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്ന 2 വഴികളിലൂടെയാകണമെന്നും അത് പിന്നെ ഇജ്തിമാ ആയിക്കൊണ്ട് മുസല്ലകളിൽ ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കണമെന്നും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിവസം നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. പ്രവാചകന്റെ സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്തറിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകുമായിരുന്നു. ഈദുൽ അദ്ഹയിലേക്ക് ഒന്നും കഴിക്കാതെ പോകുമായിരുന്നു കാണാൻ സാധ്യമാകും. നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിലേക്ക് നമ്മൾ മുസല്ലയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച്, ഇനി എന്ത് കഴിച്ചാലും പ്രവാചകന്റെ സുന്നത്ത് ഈത്തപ്പഴം ഒറ്റയായി കഴിക്കലായിരുന്നു. എന്ത് കഴിച്ചാലും, ചായ കുടിച്ചാലും കടി തിന്നാലും ഒക്കെ ഒരു ഈത്തപ്പഴമെങ്കിലും നമ്മൾ ആ സുന്നത്തിന് വേണ്ടി കഴിച്ചിട്ടായിരിക്കണം നമ്മൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ കഴിയേണ്ടതുണ്ട്. വരണ്ട ഈദ് ഒരിക്കലും പറയുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല, പാട്ടുപാടാൻ പറ്റൂല, കൂടിച്ചേരാൻ പറ്റൂല എന്നൊന്നുമില്ല. കുടുംബങ്ങൾ കൂടിച്ചേർന്ന് പരസ്പരം പാട്ടുപാടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിച്ചിരികളൊക്കെ ആക്കി സമ്മാനങ്ങളൊക്കെ നൽകി അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിയേണ്ട ദിവസമാണ് പെരുന്നാൾ. അതല്ലാതെ ഒരു വരണ്ട പെരുന്നാൾ ആകരുത്. അതോടൊപ്പം തന്നെ
ആ ആഘോഷങ്ങൾക്ക് അതിര് വിടാനും വേണ്ടി പാടില്ല. സംഗീതം ആസ്വദിക്കുന്ന, ആണും പെണ്ണും കൂടിക്കലരുന്ന, തോന്നിവാസങ്ങൾ ചെയ്യുകയും കാണിക്കുന്ന അവസ്ഥാവിശേഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് പരിപൂർണമായ അവസ്ഥയിൽ കൂലിയെല്ലാം വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ പെരുന്നാളിനെ മാറ്റി തീർക്കുവാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പെരുന്നാളെ സമീപിക്കുവാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.